തന്റെ മകനായ 10 വയസ്സുകാരനായ ജോണി ഡൺലപ്പിന് പിറന്നാൾ സമ്മാനമായി അവന്റെ അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നു. അയർലൻഡിലെ തെരുവുകളിൽ മകൻ സൈക്കിൾ ചവിട്ടുന്നത് നോക്കി നിൽക്കുന്ന അച്ഛൻ തന്റെ മകൻ അത് ചവിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകയാണെന്നും അവന്റെ തലയും കാലുകളും വേദനിക്കുന്നുണ്ടെന്നും അവൻ അച്ഛനോട് പറയുന്നു. അന്നത്തെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സൈക്കിളുകൾ ഉണ്ടാക്കിയത് സോളിഡ് ടയറുകൾ വെച്ചായിരുന്നു. സൈക്കിൾ പോലുള്ള വാഹനങ്ങളിൽ ഒട്ടും കാര്യക്ഷമമായിരുന്നില്ല സോളിഡ് ടയർ. വളരെ പ്രശസ്തനായ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തുന്നിക്കെട്ടാനൊക്കെ വളരെ വിദഗ്ധനായിരുന്നു ഡോക്ടർ. അദ്ദേഹം കുറച്ച് റബ്ബർ ഷീറ്റുകൾ എടുത്ത് അത് കൃത്യമായ അളവിൽ തുന്നിച്ചേർക്കുന്നു. പിന്നീട് അത് വളരെ എയർ ടൈറ്റ് ആയിട്ട് ഒട്ടിക്കുന്നു. ആ ഒട്ടിച്ചെടുത്ത പീസിനെ സൈക്കിളിന്റെ റിമ്മിന്റെ ആകൃതിയിലേക്ക് രൂപമാറ്റം വരുത്തുന്നു. അതിനുശേഷം ട്യൂബിന് ചുറ്റും തുണി ചുറ്റുന്നു. പിന്നീട് ലിക്വിഡ് റബ്ബർ അതിന് മുകളിലേക്ക് തേച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഉണങ്ങിയ ടയറിലേക്ക് വായു അടിച്ച് നിറച്ചപ്പോൾ പിറന്നത് മഹാചരിത്രം. ചരിത്രം തുന്നിച്ചേർത്ത നമ്മൾ ഇന്ന് കാണുന്ന ടയറിന്റെ ബ്രാൻഡിന്റെ പുറകിലുള്ള ആ 10 വയസ്സുകാരന്റെ അച്ഛന്റെ പേരാണ് ജോൺ ബോയ് ഡൺലപ്പ്. അച്ഛന്റെയും മകന്റെയും ആത്മബന്ധത്തിൽ നിന്നുണ്ടായ കണ്ടുപിടുത്തം ആത്മബന്ധമുള്ള മകനോ അച്ഛനോ സുഹൃത്തിനോ ഷെയർ ചെയ്ത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുമല്ലോ അല്ലേ.